അർച്ചേ എനിക്കിന്ന് നേരത്തെ പോകണം. സ്റ്റേഷനിലാണെങ്കിൽ ആളുമില്ല, ജോലിയും കൂടുതല. എന്താ എല്ലാവരും ലീവാണോ? അല്ലെന്നേ, കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 7 CPM-മാരാണ് സ്ഥലം മാറ്റിയത്. എന്നിട്ട് പകരം വന്നത് ഒരാൾ. ചിലപ്പോൾ ഇനി സർക്കാർ വിചാരിച്ചിട്ടുണ്ടാവും വലിയ പ്രശ്നമൊന്നുമില്ലാത്ത സ്റ്റേഷനായതുകൊണ്ട് അങ്ങനെ മതി. അതൊന്നും ആയിരിക്കില്ലെന്നേ. SI സത്യപാലൻ സാറാണല്ലോ. അപ്പൊ CPM-മാരില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. സത്യേട്ടൻ ആള് ഭയങ്കരനാണല്ലോ. CI സാറാണല്ലോ. ഹലോ സാർ. അതെ സാർ, പോവാ. അല്ല സാർ, അത് പിന്നെ ഇല്ല സാർ, പോവാ. ആ അല്ല, പിന്നെ നമ്മുടെ സ്റ്റേഷനിലെ കാര്യങ്ങൾ. ഓ സാർ, ശരി സാർ. എന്തു പറ്റി? തിരക്ക് കാരണം 4-5 ദിവസം ഞാൻ വേറെ സ്റ്റേഷനിൽ ഡ്യൂട്ടി ചെയ്യണമെന്ന്. അത് ഔട്ട് ഓഫ് ഡിസ്ട്രിക്റ്റ്. ഇവിടുന്ന് മാറിയിരിക്കണമെന്ന്. 4 ദിവസത്തെ കാര്യമല്ലേ സത്യേട്ടാ, പോയി വാ. ആർച്ച, ഇത് ഒരു കാര്യമില്ല. ഇത് അയാൾക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടൂടാ. ഇതെനിക്ക് മനഃപൂർവ്വം പണി തന്നെയാണ് അയാൾ എന്നെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ദ്രോഹിക്കുക. ഈ ഓമനക്കുട്ടൻ സാറുണ്ടല്ലോ, അയാൾ മഹാ കുഴപ്പക്കാരൻ. ഓ, അങ്ങനെയൊന്നുമല്ല. ഓമനക്കുട്ടൻ സാറ് ഭയങ്കര പാവാ. എന്നെ എവിടെ വച്ച് കണ്ടാലും ഓടി വന്ന് സംസാരിക്കും. അതൊക്കെ ചുമ്മാ അയാളുടെ ഷോയാ. അല്ലെന്നേ, ഞാൻ പഞ്ചായത്ത് മെമ്പറായതിനു ശേഷം എന്നോട് കൂടുതൽ ഇഷ്ടമാണ്. എവിടെ വച്ച് കണ്ടാലും മേഡം എന്നെ വിളിക്കൂ. ആർച്ച, അതൊക്കെ അയാളുടെ അടവാണ്. അയാൾക്ക് എന്നെ പണ്ടേ കണ്ടൂടാ. കണ്ണെടുത്ത എന്നെ കണ്ടൂടാ. എന്നോട് ദേഷ്യം തന്നെയാണ്. സത്യേട്ടാ, സത്യന്റെ കണക്കിൽ സത്യനോട് ശത്രുത ഇല്ലാത്ത ഏതെങ്കിലും ഒരു ആണുങ്ങളെ കാണിച്ചു തരാൻ പറ്റുമോ? ഇതൊക്കെ സത്യന്റെ കോംപ്ലക്സാ. ഞാനൊന്ന് പറയട്ടെ? മതി. ഇനിയും CA കുറ്റം പറയാനാണെങ്കിൽ അത് എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ മതി. അതല്ല, CI സാറ് പറഞ്ഞ പോലെ 3-4 ദിവസം മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? മാറി നിൽക്കുകയാണെങ്കിൽ മാറി നിൽക്കണം. അല്ലാതെ ഒരു സ്റ്റേഷനിൽ തന്നെ ജോലി ചെയ്യാനൊന്നും നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ സ്റ്റേഷൻ മാറുന്ന കാര്യമല്ല. ഇപ്പൊ ഒരു സ്ഥലം മാറ്റമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നിങ്ങളെയും കൊണ്ടുപോയിരുന്നു, എനിക്ക് ക്വാർട്ടേഴ്സും കിട്ടുമല്ലോ. ഇതിപ്പോ 3-4 ദിവസം മാറി നിൽക്കുക, നിങ്ങളെ കൊണ്ടുപോകാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടുപോകുന്ന എന്തിനാ? സത്യയുടെ പോയിട്ട് വന്നാ പോരെ, ഞങ്ങൾ ഇവിടെ വന്നോളാം. ഞാനില്ലാതെ അതിനെന്താ? അതൊന്നും ശരിയാവില്ല ആർച്ച. അതെ, ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് ഞാൻ ഇല്ലാതെ നിങ്ങൾ ഇവിടെ നിന്നിട്ടില്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോവോ? അതൊന്നും ശരിയാവില്ല ആർച്ചേ. ഇക്കാലത്ത് ഒരു ആൺ തുണയില്ലാതെ ഈ വീട്ടിൽ കഴിയാന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര റിസ്ക്കാ. സത്യം പറയാൻ നാണമില്ലേ? നമ്മുടെ നാട്ടില് ഒരു സ്ത്രീക്ക് ആൺ തുണയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ നാട്ടിലെ പോലീസുകാരെ 10 പൈസയ്ക്ക് കൊള്ളില്ലാന്ന്. സത്യമായിട്ട് തന്നെ ഇങ്ങനെ സ്വയം നാണം കെടുത്താതെ. ആർച്ച, ഇത് പോലീസിന്റെ വിഷയമല്ല, ഇത് കുടുംബ പ്രശ്നമാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല സിയോട് പറയേ. അതിനങ്ങനെ സമ്മതിക്കില്ലല്ലോ. സമ്മതിച്ചില്ലേ ജോലി രാജിവെക്കണം. അപ്പൊ ഫുൾ ടൈം ഇവിടെ ഇരിക്കാമല്ലോ. ആർച്ചേ, ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, നീ തമാശ കളിക്കരുത്. എത്ര സീരിയസ് ആയിട്ട് പറഞ്ഞാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. സത്യം തന്നെ എന്താന്ന് വെച്ചാ ചെയ്യും. വല്ലാത്ത കുരിശാണ്, നീ എന്ത് ചെയ്യും? ആലിസേ, ആ എന്തേ? തിരക്കിലാണോ? അയ്യോ, നല്ല തിരക്കില്ല. ഡോക്ടറില്ലേ? അയ്യോ, ഇച്ചാന് നല്ല തിരക്കില്ല. ഒന്ന് വിളിക്കാമോ? ഒരു കാര്യം പറയാനായിരുന്നു. എന്നോട് പറഞ്ഞോ, ഞാൻ പറഞ്ഞോളാം. ആ ഡോക്ടറെ, സത്യനും രാവിലെ ഒരു ധർമ്മസങ്കടത്തിൽ പെട്ടിരിക്കുക. എലക്ഷൻ കാലമല്ലേ, അടുത്ത 2 ആഴ്ച ആരും ലീവ് എടുക്കരുതെന്ന് CA കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഇന്ന് വിളിച്ചിട്ട് പറയുകയാണ് 2-3 ദിവസം മാറി നിൽക്കേണ്ടി വരുമെന്നും. അതിനെന്ത്? അല്ല, ഞാനും മോളും തനിച്ചല്ലേ ഉള്ളൂ. ഞങ്ങളെ തനിച്ചാക്കിയിട്ട് പോകാൻ സത്യേട്ടനൊരു മടി. ഞങ്ങൾ ഇതുവരെ അങ്ങനെ മാറി നിന്നിട്ടില്ല. ഓ, അതൊക്കെ വലിയ കാര്യമാണോ? സർക്കാർ ജോലി ആകുമ്പോ ഇങ്ങനെയല്ലേ, ഇടയ്ക്ക് മാറി നിൽക്കേണ്ടിയൊക്കെ വരും. സംഗതി ശരിയാ. പക്ഷെ സത്യേട്ടന് ഞങ്ങളെ കാര്യം വരുമ്പോ ഭയങ്കര ടെൻഷനാ. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് തല പുകയാ. ഞാൻ പറഞ്ഞു ഞാനും മോളും ധൈര്യത്തോടെ ഇരുന്നോളാന്ന്. പോരാത്തതിന് അയൽവക്കത്ത് നിങ്ങളും ഉണ്ടല്ലോ. പിന്നല്ലാതെ. അതെ അതെ, എനിക്കൊരാവശ്യം വന്നാ ഡോക്ടറും ആലീസും ഓടി വരില്ലേ? അത് തീർച്ചയല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓടിയെത്തും. ഇപ്പം ഞാനും ഇതുപോലെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആലീസിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങളും വരുമല്ലോ. അത് പിന്നെ പറയാനുണ്ടോ? സത്യപാലൻ സാറിനോട് ധൈര്യമായിട്ട് പോകാൻ പറ. ഉണ്ണിയാർച്ചയുടെ കാര്യം ഞങ്ങൾ ഏറ്റു. എന്നാ ഞങ്ങൾ അകത്തോട്ട് ചെല്ലട്ടെ. ഞങ്ങൾ ഇച്ചിരി കുടുംബ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വായിച്ചായ പിന്നെ വരാവേ. വരാം. അവിടെ ഇരി, ഇരി അവിടെ ഇരി ഇരി. എന്നാടി
എന്റെ പൊന്ന് കർത്താവേ, ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലല്ലോ. ഒരു പെണ്ണ് വന്ന് ഇളിച്ച് കാണിച്ച് 2 വർത്താനം പറയുമ്പോ ആ വായിൽ നിന്ന് അങ്ങോട്ട് തേനൊലിക്കും. നീ എന്നാ വർത്താനാടി പറയുന്നേ? ഞാൻ വർത്താനം പറയുന്നതാണല്ലേ കുഴപ്പം? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സത്യപാലൻ സാറ് പോയിട്ട് അവരെ സഹായിക്കാനാണ് പ്ലാനെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. എന്റെ പൊന്നോ. അത് പറഞ്ഞപ്പോ ആ കണ്ണിലുണ്ടായ ഒരു തിളക്കം. നാണമില്ലല്ലേ, വയസ്സ് കുറെ ആയല്ലേ. എന്താ 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 പറ പറ ഉച്ചത്തിൽ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ നീ പറയുന്നത്? അയ്യോ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു പുണ്യാളെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പുറത്ത് ഉണ്ണി ആർച്ച വന്ന് ഒരു സഹായം വേണം, അവിടെ സത്യപാലൻ സാറ് കാണത്തില്ല എന്ന് പറഞ്ഞു. അവിടെ ആരും ഉണ്ടാവത്തില്ല, അവർ ഒറ്റയ്ക്കേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ നമുക്ക് സഹായിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ സഹായിക്കുന്ന ആൾക്കാരല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതന്നെ. പക്ഷെ ഇത്ര ആവേശം കാണിക്കേണ്ട കാര്യമുണ്ടാ? ആവേശം? ഇച്ചായ എന്തൊരു ആവേശമായിരുന്നു. ഞാൻ വിചാരിച്ച കെട്ടും കിടക്കെടുത്ത് ഇന്ന് തന്നെ അവിടെ പോയി പൊറുതു തുടങ്ങുമെന്ന്. എടി, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ട് 2 ദിവസം ഞാൻ ഇവിടെ ഇല്ലാതിരിക്കുകയാണ്, നീ ഒറ്റയ്ക്കായി പോകത്തില്ലേ? എടേ, അപ്പുറത്താണെങ്കിൽ ഉണ്ണി ആർച്ചയ്ക്ക് മോളെങ്കിലും ഉണ്ട് സംസാരിച്ചിരിക്കാൻ, നിനക്ക് ആരുണ്ട്? അങ്ങനെ ഒരവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ അപ്പുറത്ത് ഉണ്ണിയാർച്ചയോട് പോയി പറയും, നീ ഇവിടെ തനിച്ചാണുള്ളത്, ഒന്ന് നോക്കിക്കോണമെന്ന്. അത് ഭർത്താവിന്റെ ഭാര്യയോടുള്ള ഒരു കരുതലാണ്. അയ്യോ, ആ ഭർത്താവിന്റെ കരുതൽ എനിക്ക് വേണ്ട. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളാം, എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ആരും വേണ്ട. നിനക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ? ഇവിടെ ചാരും ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ കോളിംഗ് ബെൽ പവിത്രനെ വിളിക്കും. കോളിംഗ് ബെൽ പവിത്രനോ? ഞാൻ ഇട്ട പേരാ. എന്നാ വൃത്തിയിട്ട പേരാടി ഇടുന്നത്. എന്ത്? എടി, അവരോട് സഹായിക്കാൻ ചോദിക്കുമെങ്കിൽ നിനക്ക് ഉണ്ണിയാർച്ചയോട് ചോദിച്ചാൽ എന്നാ? ശരി, ഞാൻ സമ്മതിച്ചു. ഈ ചായം പറഞ്ഞത് ന്യായം. അതാണ്. ഇനി ഞാനൊരു ന്യായം പറയട്ടെ. പറയും. സത്യപാലൻ സാറിന് അങ്ങനെ ഒരു ആവശ്യം വേണമെങ്കിൽ ഇവിടെ വന്ന് പറയേണ്ടത് സത്യപാലൻ സാറല്ലേ? ഞാൻ 2-3 ദിവസത്തേക്ക് കാണത്തില്ല, ഉണ്ണിയാർച്ചേനെയും കൊച്ചിനെയും നോക്കിക്കോണേ ആലീസെ എന്ന് എന്നോടല്ലേ പറയേണ്ടത്? അതിക്കേ, അത് അവരോട് ചോദിക്കണം, എന്നോടല്ല ചോദിക്കേണ്ടത്. ഒരു കാര്യം ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞേക്കാം. സത്യപാലൻ സാറ് അവിടെ നിന്ന് ഇറങ്ങുന്ന ആ നിമിഷം തൊട്ട് ആ സ്ത്രീ വന്നിട്ട് ആ മതിലിൽ വന്നിട്ട് വവ്വാല് തൂങ്ങിക്കിടക്കുന്ന പോലെ തൂങ്ങിക്കിടക്കും. എന്നിട്ടുണ്ടല്ലേ ഡോക്ടറെ ഡോക്ടറെ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് അവരോട് കൊഞ്ചാനും കുഴയാനും ഒന്നും നിന്നേക്കരുത്. കണ്ണു തുറക്ക്, എനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ചാൻ എന്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ മാത്രം ഈ കണ്ണിൽ ഈ തിളക്കമില്ലാത്തത്. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് എനിക്ക് അത്യാവശ്യമാണെന്ന് തോന്നിയാൽ ഞാൻ സഹായിച്ചോളാം. ആയിക്കോട്ടെ. വേറൊരു കാര്യം കൂടെ, ആ സത്യപാലൻ സാറ് വരുന്നവരെ അവരോട് മിണ്ടാൻ പാടില്ല. അത് മാത്രമല്ല, കാണാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ കണ്ണടച്ചത് ഇങ്ങനെ നടക്കാം, നീ എന്നെ പിടിച്ച് ഇവിടെ എല്ലാം നടത്തിക്കും. അത് മിക്കവാറും വേണ്ടി വരും. ഈ കണ്ണ് മിക്കവാറും ഞാൻ തന്നെ കുത്തിപ്പൊട്ടിക്കും. സത്യേട്ടന് എപ്പോഴും അപ്പുറത്തെ ഡോക്ടറെ പറ്റി കുറ്റമല്ലേ പറയാറുള്ളൂ. പക്ഷെ എന്തെങ്കിലും ഒരു സഹായത്തിന് അവരേ ഉണ്ടാവും. ഇവിടെ ഇപ്പൊ എന്ത് സഹായമാണ് ഇപ്പൊ അത്ര അത്യാവശ്യപ്പെട്ട് വേണ്ടി വന്നത്? കുറച്ചു ദിവസം സത്യേട്ടൻ ഇവിടെ ഇല്ലാന്നുള്ള കാര്യം ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറയാം, ഒരു ടെൻഷനും വേണ്ട, എന്ത് സഹായം വേണമെങ്കിലും അവരോട് ചോദിച്ചാൽ മതിയെന്ന്. ആർച്ചേ, ഞാൻ പോണ കാര്യം തീരുമാനമായില്ല, അതിനുമുമ്പേ സഹായിക്കാൻ ആളുമായോ? ഇനി അതിനും കുറ്റം കണ്ടുപിടിച്ചോ? ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് മറ്റുള്ളവരെ സഹായം വേണ്ടത്, ഇനി അതിനും ഉടക്കിട്ടോ. ഇപ്പോഴേ ഇതാണ് അവസ്ഥ. ഞാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവൻ ഫുൾ ടൈം ഇവിടെ ആയിരിക്കും. ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല, ഇതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂല. സത്യേട്ടാ, അച്ഛൻ ഇന്നലെ വിളിച്ചിരുന്നു, നമ്മളെന്താ അങ്ങോട്ട് ചെല്ലാത്തേന്ന് ചോദിച്ചു. നിനക്ക് പറയാൻ പാടില്ല എനിക്ക് ഭയങ്കര തിരക്കാണെന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറയാ, സത്യപാലന തിരക്കാണെങ്കിൽ വരണ്ട, എന്നോട് ഒറ്റയ്ക്ക് ചെല്ലാൻ. നീ ഇവിടുന്ന് പോയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ എങ്ങനെ നടക്കും ആർച്ചേ? അതാണല്ലോ എന്റെ പണി. സത്യേട്ടാ, ഞാൻ പറയുന്നത് എന്റെ അച്ഛനെ കാണാൻ പോകുന്ന കാര്യമാ. അത് ഇനി അത്ര നിർബന്ധമാണെങ്കിൽ നീ പൊക്കോ, പക്ഷെ രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു പോരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്നില്ല. 2-3 ദിവസം നിൽക്കാൻ പാകത്തിനാണെങ്കിൽ ഞാൻ പോവുള്ളൂ. 2-3 ദിവസോ? അതൊന്നും നടക്കത്തില്ല. ആർച്ച ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ച് ഭ്രാന്താവും. ഇതെന്താണ് പുതിയ കറി? ഉടച്ചു കറി വെക്കാനാ? അർച്ച, അച്ഛൻ വിളിച്ചിരുന്നോ? അച്ഛനോ? അത് പറഞ്ഞ അച്ഛൻ ഇങ്ങനെ നിന്നെ ഇങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞില്ലേ, അങ്ങോട്ട് കുറച്ച് ദിവസം നിൽക്കാനായിട്ട്. അത് സത്യേട്ടനോട് ഞാൻ പറഞ്ഞപ്പോ സത്യേട്ടൻ അത് മൈൻഡ് ചെയ്തില്ല.
ഓരോ തിരക്കും പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി. ഇപ്പോഴാണെങ്കിലോ തിരക്ക് വീണ്ടും കൂടി. ഇനിയിപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോവാൻ നീ. എന്നാലും ഒരച്ഛൻ മകളെ കാണണമെന്ന് പറയുമ്പോൾ പോവാതിരിക്കാന്നൊക്കെ പറയണതുണ്ടല്ലോ ആർച്ചേ, അത് ഭയങ്കര മോശമാണ്. അതെ, ഞാനൊരു കാര്യം പറയാം ആർച്ചേ, നിങ്ങളൊരു 3-4 ദിവസം അവിടെ പോയി നിൽക്കേ. ഞാനെന്തായാലും ഇല്ലല്ലോ, ആ ദിവസം നിങ്ങൾ അവിടെ പോയി നിൽക്കേ, അച്ഛന് സന്തോഷമാവട്ടെ. സത്യം ഓരോ സമയത്ത് ഓരോ തോന്നലാ. അന്ന് ചോദിച്ചപ്പോൾ വിട്ടിരുന്നെങ്കിൽ പോവായിരുന്നു. ഇന്നിപ്പോ എനിക്കും തിരക്ക് കൂടി. വരുന്ന 2 ആഴ്ച പഞ്ചായത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഏറ്റിട്ട് ഇവിടുന്ന് സ്ഥലം വിടുന്നത് ശരിയാണോ? പഞ്ചായത്തിൽ എന്താ ഇത്ര വലിയ കാര്യങ്ങൾ? ആ, പഞ്ചായത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ സത്യേട്ടനോട് പറയാൻ പറ്റുമോ? എൻ്റെ ആർച്ചേ, അതൊക്കെ ഒന്നും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വീട്ടിലോട്ട് പോകാൻ നോക്ക്. അതെങ്ങനാ? സത്യേട്ടന്റെ തിരക്കൊക്കെ സത്യേട്ടന് മാറ്റി വെക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ എന്റെ കാര്യങ്ങള്. ആർച്ചേ, നിനക്ക് ഒരു തിരക്കുമില്ല, ഇതൊക്കെ നിന്റെ നമ്പറാണ്. നിന്റെ അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഇത്രയും നാൾ വീട്ടിൽ പോകണമെന്ന് നമ്മൾ ബഹളമായിരുന്നു. ഇപ്പോൾ പോകാൻ പറഞ്ഞപ്പോൾ അവൾക്ക് പോകണ്ട. നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ഒരു 3-4 ദിവസം ഞാനിവിടെ കാണില്ലല്ലോ, അപ്പോൾ സർവ്വ സ്വാതന്ത്ര്യമായി. അങ്ങനെ വന്നപ്പോൾ അവൾക്ക് അച്ഛനും വേണ്ട, വീടും വേണ്ട. ഇനി ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ തുള്ളിച്ചാടി പോയേനെ. മനസ്സിലായില്ല. ഇതിൽ എന്താ ഇത്ര മനസ്സിലാക്കാനുള്ളത്? ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചെന്ന് ആ വിവരം ആ മൃഗത്തിനോട് പറഞ്ഞേക്കണ്. അതിൻ്റെ ആവശ്യം എന്താ? അതങ്ങനെയല്ലേ വേണ്ടത്? അവർ നമ്മുടെ തൊട്ട അയൽവക്കമല്ലേ. സത്യേട്ടൻ ഇവിടെ ഇല്ലാന്നുള്ള വിവരം അവരറിയണ്ടേ? എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവരല്ലേ സഹായിക്കാനുള്ളൂ. ആർച്ചേ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ കുറച്ച് ദിവസം കാണില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ നിന്റെ ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇതൊന്നും ഇവിടെ നടക്കൂല. ഇത് ഭയങ്കര കഷ്ടമാണല്ലോ. കഷ്ടമാണ്. ഞാൻ മനസ്സമാനായിട്ട് അവിടെ ജോലിക്ക് പോകണമെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി നിന്നേ പറ്റുള്ളൂ. അപ്പൊ എന്റെ ജോലിയോ? അത് വേണ്ടതാണ്, അങ്ങോട്ട് മാറ്റി വെക്കണം. ശരി, ഞാൻ പോവാ. ഇനി മാറ്റി പറയരുത്. ഇല്ല. കുറച്ച് കഴിയുമ്പോ സത്യേട്ടന് വേറെ എന്തെങ്കിലും തോന്നലുണ്ടാവും. അപ്പൊ സത്യേട്ടൻ പറയും പോണ്ടാന്ന്. ദേ, ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞതിന് ശേഷം മാറ്റി പറയാൻ പറ്റില്ല. ഇനി ഒരു മാറ്റവും ഇല്ല. നീ വിളിച്ചു പറഞ്ഞോ. ആ, ഹലോ അച്ഛ, എന്തൊക്കെയുണ്ട് വിശേഷം? ആ, ഇല്ല, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഞാനും മോളും കൂടെ അങ്ങോട്ട് വരുന്നു. ആ, ഒരു 4-5 ദിവസത്തേക്ക്. ഇല്ല, സത്യേട്ടനില്ല, സത്യേട്ടൻ കുറച്ച് തിരക്കില്ല. ആ, ശരി. അതെ അതെ അതെ. ആണോ? എന്ന്? ഓ ഈശ്വരാ, അപ്പൊ ഞാൻ വരുന്ന സമയം കറക്റ്റ് ആയല്ലോ. എല്ലാം കൂടെ ഒത്തു വന്നു. ശരി അച്ഛാ, ഞാൻ വിളിക്കാം. സത്യേട്ടാ, ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ ശിവൻകുട്ടി ഗൾഫിൽ നിന്ന് വരുന്നു. ഞാൻ പോവാൻ തീരുമാനിച്ച സമയം കറക്റ്റാ. ഏത് ശിവൻകുട്ടി? ഏത് ശിവൻകുട്ടിന്നോ? നമ്മുടെ ശേഖരമാമന്റെ മകൻ ശിവൻകുട്ടി. ഓ, എത്ര നാളായെന്നറിയാമോ വീട്ടിൽ വന്നിട്ട്. കാണാൻ കുതിച്ചിരിക്കുകയായിരുന്നു. ഈശ്വരാ, ഇപ്പൊ എല്ലാം കൂടെ കറക്റ്റായി. എന്റെ ദൈവമേ, പട മേടിച്ച് പന്തള തീർന്നപ്പം പന്തം കൊടുത്ത് പടയെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഈ ശിവൻകുട്ടി ആർച്ചയുടെ അമ്മാവന്റെ മകനാ. അവളുടെ മുറച്ചെറുക്കൻ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി. ചെറുപ്പത്തിലെ തന്നെ 2 വീട്ടുകാരും കൂടെ ഇവരുടെ കല്യാണമൊക്കെ ഏതാണ്ട് ഉറപ്പിച്ചു വെച്ചേ. അത് ശരി. ആ, 2 പേർക്കും ജോലി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം കല്യാണം നടത്താന്നാ പറഞ്ഞത്. ഇവര് സ്കൂളിലും കോളേജിലൊക്കെ ഒരുമിച്ചാ പഠിച്ചതും പോയി വരവൊക്കെ ഒരുമിച്ചായിരുന്നു. അത് ശരി. ഒരു കണക്കിന് പറഞ്ഞാൽ 2 പേരും ഭയങ്കര പ്രേമമായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പം 2 പേരും കല്യാണം കഴിക്കാത്തത്? അങ്ങനെ ഇരിക്കെ ഈ ശിവൻകുട്ടിയുടെ അച്ഛനും ആർച്ചയുടെ അച്ഛനും തമ്മിൽ എന്തോ പ്രശ്നത്തിൽ വഴക്കായി. നിസ്സാര കാര്യം. അറിയില്ല, അങ്ങനെ അവരെന്തോ പിണക്കമായി. ആ തിരക്കിനിടയിലാണ് പെട്ടെന്ന് പിടിച്ച് ആർച്ചയെ കല്യാണം കഴിപ്പിച്ചത്. അതോടെ ഇവൻ ശിവൻകുട്ടി അങ്ങ് ഗൾഫിലും പോയി. പിന്നെ ഈ വീട്ടുകാർ തമ്മിൽ ഇപ്പോൾ 2 കൊല്ലം മുമ്പ് എന്തോ അവർ തമ്മിൽ പിണക്കമെല്ലാം മാറി ഇപ്പോൾ ഭയങ്കര കൂട്ടായി. ശരി ശരി. അതിനുശേഷം ആദ്യമായിട്ടാണ് ഈ ശിവൻകുട്ടി നാട്ടിലേക്ക് വരുന്നത് ഗൾഫിൽ നിന്ന്. ഈ ശിവൻകുട്ടി കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു? അതല്ലേ പ്രശ്നം. അവൻ ഇപ്പോഴും നിരാശാകാമുകനായിട്ട് അങ്ങനെ നടക്കുകയാണ്. ആർച്ചയാണെങ്കിൽ അവനെ കാണണമെന്ന് പറഞ്ഞ് ഒരേ ബഹളമായിട്ട് നിൽക്കുകയാണ്. സാറേ, അത് റിസ്ക് ആണ്. ഒരു കാരണവശാലും ഉണ്ണിയാർച്ച അങ്ങോട്ട് വിടരുത്. അഥവാ വിട്ടാൽ സാറ് കൂടെ പോകണം, ഇല്ലെങ്കിൽ പണിയാണ്. അല്ല, അങ്ങനെ വിടാതിരിക്കാൻ പറ്റില്ല. അവളെന്തായാലും പോകും. പോകണ്ടെന്ന് എങ്ങനെ ഞാൻ പറയും? എന്ത്? ഇനിയിപ്പോൾ കൂടെ പോകുന്ന വെച്ചാൽ ലീവ് കിട്ടണ്ടേ? എൻ്റെ പൊന്ന് സാറേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. സാറ് ആലോചിച്ച് ഉചിതമായൊരു തീരുമാനം എടുത്താൽ കൊള്ളാം.
സാർ ഇത് സി ഓഫീസിൽ നിന്ന് കേട്ടോ നോക്കിയിട്ട് മറുപടി കൊടുക്കാൻ പറഞ്ഞു. CA സാറിനെ താൻ നേരിട്ട് കണ്ടു സാർ. എന്താ ആളിന്റെ മൂഡ്? സാർ അത് പിന്നെ പറയാനുണ്ടോ, അദ്ദേഹത്തിന്റെ മൂഡ് എപ്പോഴും ഒരുപോലെ അല്ലയോ, എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടും, ചീത്തയും വിളിക്കും. അയാളുടെ ഭാര്യ എങ്ങനെ അയാളെ സഹിക്കുന്നതെന്ന്. എനിക്കാണെങ്കിൽ ഒരു 2-3 ദിവസം ലീവ് വേണമായിരുന്നു കനകാമ്പര. എൻ്റെ പൊന്നു സാറേ, 2 മാസത്തേന ഈ സർക്കിളിൽ ഒരാൾക്ക് പോലും ലീവ് കൊടുക്കലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സാറ് ലീവും ചോദിച്ചോണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് ലീവ് കിട്ടിയേ പറ്റൂ, അത്യാവശ്യമാണ്, ഒഴിവാക്കാൻ പറ്റില്ലടോ. സാറേ ഒരാഴ്ചക്ക് മുമ്പ് ലത സാറ് CA കണ്ടൊന്ന് ലീവ് ചോദിച്ചതാ, കൊടുത്തില്ല സാറേ. എന്തോ പറഞ്ഞു? പറഞ്ഞെന്താണെന്ന് അവരോട് പിന്നെ ചോദിക്കണം. അത് താൻ പോയിട്ട് അല്ലാതെ ഒന്നും കൂടെ വരാൻ പറയും. ശരി സാർ. പവിത്ര, നീ എവിടെ ഉണ്ട്? എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നൊന്ന് കാണണം. ഞാൻ സ്റ്റേഷനിൽ ഉണ്ട്. ഇങ്ങോട്ട് പോര്. സർ, ലത CA കണ്ട് ലീവ് ചോദിച്ചായിരുന്നോ? എൻ്റെ അമ്മാവന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, ഒന്ന് പോയി കാണാൻ 1 ദിവസത്തെ ലീവ് ചോദിച്ചതാ. എന്നിട്ട് എന്തോ പറഞ്ഞു? അമ്മാവൻ മരിക്കുമ്പോൾ 2 ദിവസത്തെ ലീവ് തരാമെന്നും ഇപ്പം ലീവില്ലെന്നും പറഞ്ഞു. ഇത് എന്തൊരു മനുഷ്യനാണ് ഇയാള്. അത് മാത്രമല്ല സാറേ, 2 മാസത്തേക്ക് ഇനി ലീവേ ഇല്ല എന്ന് പറഞ്ഞത് അറിഞ്ഞിട്ടും ഞാൻ പോയി ലീവ് ചോദിച്ചതിന് ഇനി എന്നെ പറയാൻ ഒട്ടുമില്ല സാറേ. ഒരു സ്ത്രീ എന്ന് പോലും പുള്ളിക്കാരനൊന്നും ആലോചിച്ചില്ല. എനിക്കാണെങ്കിൽ 2 ദിവസത്തെ ലീവ് വേണമായിരുന്നേ, ഇച്ചിരി അത്യാവശ്യമായിരുന്നു. എന്റെ സാറ് സർവീസിൽ കയറിയിട്ട് അത്ര വർഷമായി, എന്നിട്ട് ഒരു ലീവ് എടുക്കാൻ അറിയാൻ മേലെന്ന് പറഞ്ഞാൽ. പവിത്ര, നേരായ വഴി കൂടെ ലീവ് എടുക്കാനാണെങ്കിൽ എനിക്കറിയാം, പക്ഷെ അത് നടക്കില്ല. എനിക്കാണെങ്കിൽ ലീവ് കിട്ടിയേ പറ്റൂ. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 2 മാസത്തേക്ക് ഒറ്റ കുഞ്ഞിനും ലീവ് കൊടുക്കരുതെന്ന CA സാറ് പറഞ്ഞേക്കണേ. അതെ, എല്ലാ കാര്യങ്ങൾക്കും നിനക്ക് പല ഉടായ്പ അറിയാമല്ല, ഇതിനെന്തെങ്കിലും ഒരു വഴി പറഞ്ഞാൽ. എൻ്റെ സാറേ, വേറെ വല്ലവർക്കും ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കാണിച്ചു വെക്കായിരുന്നു. ഇതിപ്പോൾ പോലീസുമായിട്ടുള്ള കളിയാണ്. എൻ്റെ ഉടായ്പൊന്നും ഇവിടെ ചിലവാകില്ല. CA ആണെങ്കിൽ ഭയങ്കര ചൂടനാണ്, എന്തെങ്കിലും പറഞ്ഞാൽ കടിച്ച് തിന്നാൻ നിൽക്കും. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ASI സ്വർണ്ണലാതെ ലീവ് ചോദിച്ചു വന്നപ്പോൾ അവളിനി പറയാനൊന്നുമില്ല. സ്ത്രീകളോട് ആ നിലപാടാണെങ്കിൽ പിന്നെ ആണുങ്ങളോടുള്ള കാര്യം പറയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലീവ് കിട്ടാൻ എളുപ്പമല്ലേ? എങ്ങനെ? സാർ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒരു ലീവിനുള്ള അപേക്ഷയുമായി നേരെ CA സാറിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു. എന്നിട്ട് CA സാറിനെ കാണുന്നു. എന്നിട്ട് പറയുന്നു, സാർ വളരെ അത്യാവശ്യമാണ്, എനിക്ക് 2 ദിവസത്തെ ലീവ് വേണമെന്ന് പറയുന്നു. അപ്പോൾ അയാൾ മുഖത്തടിച്ച പോലെ പറയുന്നു, ലീവ് തരാൻ മനസ്സില്ല, ആപ്ലിക്കേഷൻ എടുത്തോണ്ട് സ്ഥലം വിട്ടോളാൻ പറയും. ആ സമയം സാർ വളരെ ദയനീയ അവസ്ഥയിൽ പറയണം, സാർ അങ്ങനെ പറയില്ല, എനിക്ക് ലീവ് കിട്ടിയേ പറ്റൂ എന്ന് പറയണം. അങ്ങേര് പറയും, എന്ത് അത്യാവശ്യമാണെങ്കിലും ലീവ് തരില്ല എന്ന് പറയും. ലീവ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ തകർന്നു പോകുള്ളൂ സാർ എന്ന് പറയണം. എന്ത് കുഴപ്പം സംഭവിച്ചാലും ലീവ് തരില്ല എന്ന് അയാൾ പറയുമോ ഇത്ര? ലീവ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങില്ല സാർ എന്ന് പറയണം. അപ്പോൾ അയാൾ ചാടി എണ്ണിട്ട് പറയും, ഗെറ്റ് ഔട്ട് ബ്ലഡി ഫുൾ ഇടിയേറ്റുന്നു പറയട്ടെ. ഈ സമയം സാർ ചാടി എഴുന്നേറ്റ് ആ CA സാറിന്റെ ജയിപ്പിക്കല്ലോ നിൽക്കും, ഒറ്റ അടി കൊടുക്കണം സാർ. ഞാനല്ലേ പറയുന്നത്. SI CA തല്ല അല്ലേ? ആ സെക്കൻഡിൽ വരും എനിക്ക് സസ്പെൻഷൻ ഓർഡർ. കിട്ടട്ടെ, സാറിന്റെ കാര്യം അതോടെ നടക്കുമല്ലോ. 2 ദിവസത്തെ ലീവ് ചോദിച്ച സാറിന് 6 മാസം സസ്പെൻഷൻ. സുഖമായി വീട്ടിലിരിക്കാം, മെമ്പർ പോകുന്നതിന്റെ പുറകെ എല്ലാം പോവാം, സുഖം സന്തോഷം. പവിത്ര, ഞാൻ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ നീ തമാശ കളിക്കുക. എൻ്റെ സാറേ, സാറല്ലേ പറഞ്ഞ എന്തെങ്കിലും പറയാൻ? എൻ്റെ കയ്യിൽ ഇമാതിരി ഉടായ്പൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ വേറൊരു ഐഡിയ ഉണ്ട്. എന്താ അത്? സാറിൻ്റെ വീടിൻ്റെ പുറകിലുള്ള തെങ്ങില്ലേ, ആ തെങ്ങയിലോട്ട് സാറ് വലിഞ്ഞങ്ങ് കയറണം. എന്നിട്ട് മേളിൽ ചെന്നിട്ട് കൈ അങ്ങ് വിടണം, നേരെ താഴോട്ട് വീഴും. താഴെ വീണ് കഴിഞ്ഞാൽ കയ്യോ കാലോ ഒടിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ കയ്യും കാലും ഒടിഞ്ഞ പോലീസിൽ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇഷ്ടംപോലെ ലീവും കിട്ടും. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആവേശത്തിൽ ഈ തെങ്ങ കയറാൻ അതിൻ്റെ കുടുന്ന വരെ വലിഞ്ഞ് കയറരുത്, അതിൻ്റെ പകുതിക്ക് വരെ കയറാവുള്ളൂ. ആ കുടുന്നേന്നെങ്ങാനും കൈവിട്ട് താഴോട്ട് വീണ് കഴിഞ്ഞാൽ സാറിൻ്റെ പേര് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടും, പിന്നെ മെമ്പർക്കായിരിക്കും ഇവിടെ ജോലി കിട്ടുന്നത്. അതങ്ങനെ ഉണ്ടായിട്ടില്ല ഐഡിയ? നീ പറഞ്ഞത് വിവരക്കേടാണെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു ഐഡിയ ഒളിഞ്ഞ് കിടപ്പുണ്ട്. അതിനൊന്ന് പരിഷ്കരിച്ചാൽ ചിലപ്പോൾ കാര്യം നടക്കും. ഏതായാലും താങ്ക് യു. ഓക്കെ, അപ്പം എന്താ സാർ അടുത്ത പരിപാടിയൊക്കെ നമുക്ക് വഴിയെ കണ്ട് മനസ്സിലാക്കാം. പിന്നെ സംഗതി വിചാരിച്ച പോലെ സക്സസ് ആവുമെങ്കിൽ നിനക്ക് എൻ്റെ വക ഒരു സ്പെഷ്യൽ ചായ. വലിയ സന്തോഷമുള്ളൊരു കാര്യം ഞാൻ പറയാൻ പോവാ. പറ, എന്താ ഭയങ്കര സന്തോഷ വാർത്ത? കേട്ടാ നിനക്ക് ഭയങ്കര സന്തോഷമാവും. ഞാനേ
ഇന്ന് സ്റ്റേഷനിൽ പോയി നിന്നെ പറ്റി ഇങ്ങനെ കുറേ ആലോചിച്ചു. എന്നെ പറ്റിയോ? ഉം. നീ പറയുന്ന പല കാര്യങ്ങളും ഞാൻ കേൾക്കാറില്ലല്ലോ. അങ്ങനെ ചെയ്യുമ്പോ നിനക്കുണ്ടാവുന്ന വിഷമത്തെക്കുറിച്ചും ഞാൻ ആലോചിക്കാറില്ല. എന്നിട്ട് ഇപ്പൊ ആലോചിച്ചോ? ആലോചിച്ചു, ശരിക്കും ആലോചിച്ചു. അതുകൊണ്ട് നിനക്ക് സന്തോഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. സത്യേട്ടൻ എന്ത് പറ്റി? തല എവിടെയെങ്കിലും ഇടിച്ചോ? ആർച്ച, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. എന്നാ പറ. അതെ, നീ അച്ഛനെ കാണാൻ പോണോന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചില്ലല്ലോ. പക്ഷെ ഇന്ന് സമ്മതിച്ചല്ലോ. അതെ, അതെന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ലെന്ന് എനിക്കറിയാം. സത്യേട്ടൻ എങ്ങാനും പോകുമ്പോ ഞാൻ അപ്പുറത്തെ ഡോക്ടർ കൂടെ ചാടിപ്പോന്ന് പേടിച്ചിട്ടല്ലേ? ആർച്ച, എനിക്ക് അങ്ങനെ ചാടി പോകുന്ന പേടിയൊന്നുമില്ല. ഞാൻ നിന്റെ അച്ഛനെ നീ കാണാൻ പോണെങ്കിൽ പൊക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെ പോകാൻ സമ്മതിച്ച. ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പുതിയ സന്തോഷ വാർത്ത എന്താന്ന് പറ. ആർച്ചേ, ഇതിനിപ്പോൾ ഞാൻ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഞാനും കൂടി നിന്റെ കൂടി വന്ന അതല്ലേ കുറച്ചുകൂടെ നല്ലത്? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചെല്ലുന്നത് കാണുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമാവില്ലേ? ഇല്ലേ? സന്തോഷമൊക്കെ ആവും. പക്ഷെ സത്യത്തിന് ലീവ് കിട്ടണ്ടേ? സാധാരണഗതിയിൽ ലീവ് കിട്ടൂല. പക്ഷേ നമ്മൾ തന്ത്രപരമായിട്ട് കാര്യങ്ങൾ നീക്കി കഴിഞ്ഞാൽ ലീവ് കിട്ടും. അതെന്ത് തന്ത്രം? ആർച്ചേ, അതിപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയെന്ന് വെക്കുക, എൻ്റെ കൈക്കോ കാലിനോ ഒരു പരിക്കുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് ലീവ് തന്നല്ലേ പറ്റൂ, ഇല്ലേ? ആ, അപ്പോൾ അതിൻ്റെ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഈ അപകടം പറ്റി എന്നുള്ളതൊന്ന് സ്ഥാപിച്ചെടുക്കണം. അതെങ്ങനെ സ്ഥാപിക്കും? അതായത് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാത്രം ആയിക്കഴിഞ്ഞാലും അത് CI സാറിന് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് പുലിവാലാവും. ഞാൻ നമ്മുടെ വീട്ടിൻ്റെ പുറകുവശത്തുള്ള മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് എൻ്റെ കാലിൻ്റെ ലിഗമെൻറ്റിന് ചെറിയൊരു ഫ്രാക്ചർ സംഭവിച്ചു എന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാര്യം നീ ഒന്ന് CI സാറിനെ വിളിച്ച് പറയുകയും കൂടി ചെയ്യണം. അപ്പോൾ CI സാർ വിശ്വസിക്കും, ലീവ് തരുകയും ചെയ്യും. ഞാനോ? ആർച്ച, നീ പറഞ്ഞ വിശ്വസിക്കും. എന്നാലും ഇതൊക്കെ വേണം സത്യേട്ടാ. ആർച്ചേ, നമ്മൾ രണ്ടുപേരും കൂടി നിന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുന്ന രംഗം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെ, ഇതുപോലെ കൊച്ചു സന്തോഷങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ കള്ളങ്ങൾ പറയുന്നതിൽ ഒരു തെറ്റുമില്ല അല്ലേ? ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു തരാം, നീ സംസാരിക്കും. നീ സാറിനോട് പറഞ്ഞാൽ മതി. ഹലോ സർ, ഞാൻ സത്യപാലിന്റെ വൈഫ് ഉണ്ണിയാർച്ചയാ. സാറേ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. സത്യേട്ടന് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. അയ്യോ, പേടിക്കാനൊന്നുമില്ല. നമ്മുടെ വീടിന്റെ മരത്തിന്റെ മോളിന്നേ താഴോട്ട് വീണ് കാലിന്റെ ലിഗമെന്റ് ഒരു ചെറിയ ഫ്രാക്ചർ. അപ്പോൾ ഒരാഴ്ച റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ലീവ് ആപ്ലിക്കേഷനും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുത്തു വിടുന്നുണ്ട്. ആ ശരി സർ, താങ്ക് യു. രക്ഷപ്പെട്ടു. എൻ്റെ ആർച്ചേ, ഇത്രേ ഉള്ളു സംഭവം. സത്യേട്ടനോട് സൂക്ഷിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ലീവ് ഇന്ന് തന്നെ അപ്രൂവ് ആവും. കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഞാൻ തന്നെ വേണമല്ലോ. അപ്പൊ നമുക്ക് നാളെ തന്നെ പോയാലോ? പിന്നെന്താ, വേണമെങ്കിൽ ഇന്നേ പോവാം. എന്നാലും നമ്മൾ ചെല്ലുന്ന സ്ഥിതിക്ക് ശിവൻകുട്ടിയോടെ അവിടെ വേണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നേനെ. നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. എന്താ, നാളെ നമുക്ക് പരിചയപ്പെടാമല്ലോ. ഇല്ലെന്നേ, അവന്റെ ലീവ് ക്യാൻസലായി. ഇനി 6 മാസത്തേക്ക് നാട്ടിലേക്കില്ല. ആർച്ച, നീ ഇത് നേരത്തെ പറയാതെ? അതിന് സത്യേട്ടൻ വന്നിട്ട് പറയാന്ന് വെച്ചു. ഞാൻ വന്നപ്പോ പറയണ്ടേ ഇത്? ഒരു സന്തോഷ വാർത്തയും കൊണ്ടുവരുമ്പോ ശിവൻകുട്ടിയുടെ കാര്യമാണോ പറയുന്നേ? എന്റെ ദൈവമേ, എന്റെ ഒരാഴ്ചത്തെ ലീവ്.